ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനത്തിന് വ്യത്യാസം വരുത്തിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കുവാനോ കാരണമാകുന്ന ഫിസിക്കൽ കോസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഭൗതിക കാരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലം അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിനെ ആക്സിലറേഷൻ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫോഴ്സ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ. മാസ് ഓഫ് ദ ബോഡി, ഒരു ബോഡിക്ക് മാസ് ഉണ്ടാകും, ആ മാസിനെ ആക്സിലറേഷൻ അതിൻ്റെ ത്വരണം കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. മത്സര പരീക്ഷകളിൽ വിജയം ഉറപ്പാക്കുവാനുള്ള ഏക വഴിയും എളുപ്പ വഴിയുമാണല്ലോ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കുക എന്നുള്ളത്. അതെ, സ്മാർട്ട് വർക്ക്. PSC പഠനം ഒരു തപസ്സായി ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ PSCtalks നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും. എവിടെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയാത്ത ഒരാൾക്കും മത്സര പരീക്ഷകളിൽ ഒരു 100 റാങ്കെങ്കിലും മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും 100% പ്രയോജനകരമായിരിക്കും PSCtalks എന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. വിശ്വസിക്കാം. പരീക്ഷയുടെ മാധ്യമം ഏതായാലും, പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയായാലും, PSCയുടെ സിലബസ് എന്ത് തന്നെയായാലും മറ്റേത് പഠന സഹായേക്കാളും തികച്ചും വ്യത്യസ്തവും പുതുമയും നിറഞ്ഞ രീതിയിലാണ് PSCtalks ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നടക്കാനിരിക്കുന്ന LD ക്ലർക്ക്, LGS, പോലീസ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ, LP, UP തുടങ്ങിയ ബൾക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന പരീക്ഷകളിൽ PSCtalks ഉപയോഗിച്ച് പഠിക്കുന്നവർ മികച്ച റാങ്ക് കൈവരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കേരള PSCയുടെ പൾസ് അറിഞ്ഞ് ചെയ്തെടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ് PSCtalks. PSCtalks തുടങ്ങി വെറും 15 മാസം കൊണ്ട് തന്നെ 4 ലക്ഷത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ ഉപയോഗിച്ച് പഠിക്കുന്ന PSCtalks എന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഫോഴ്സിന്റെ SI യൂണിറ്റ് ഏതെന്ന്. നമ്മൾ ഉത്തരം എഴുതും ന്യൂട്ടൺ. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ് എന്ന് നമ്മൾ ഉത്തരം എഴുതും. എന്നാൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. So that is another SI unit of force. ഫോഴ്സിന്റെ മറ്റൊരു SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉത്തരം പറയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. സോ ന്യൂട്ടൺ is a unit, SI unit of force. Another SI unit കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. PSC നമ്മളോട് ചോദിക്കും CGS യൂണിറ്റ് ഏതാണെന്ന്. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അത് ഡൈൻ ആണ് എന്ന്. DYNE ഡൈൻ. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഏതാ? ന്യൂട്ടൺ, അല്ലെങ്കിൽ ഏതാ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പഠിക്കണം. എന്നാൽ CGS യൂണിറ്റ് ചോദിക്കാം. CGS യൂണിറ്റ് ചോദിച്ചാൽ ഉത്തരം പറയണം അത് ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ. അതുകൂടി പഠിച്ചേക്കണം. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്.